എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. ലൂക്കോസ് 4:4. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകളിൽ വ്യത്യസ്തമായ ചിന്താധാരകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്യം, അതായത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറഞ്ഞത് കർത്താവ് ഇവിടെ കോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോമ്പ് സാധാരണമായി നമുക്ക് അനുഭവപ്പെടുന്നത് വർജനത്തിൻ്റെ രൂപത്തിലാണ്. ഭക്ഷണത്തിനിരിക്കുമ്പോൾ നോമ്പാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് അർത്ഥമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലത് വർജിക്കുന്നു. ഉദാഹരണത്തിന് മാംസാദികൾ ഒഴിവാക്കുന്നു. വിഷയ സുഖങ്ങളോട് വിരക്തി കാട്ടുന്നു. ദൈനംദിന ജീവിതചര്യയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാകുന്നു. ഇവയൊക്കെ വർജനവുമായി ബന്ധപ്പെട്ടതാണ്. കർത്താവിനോട് പരീക്ഷകൻ പറയുന്നത് തൻ്റെ ശാരീരിക ആവശ്യത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിലാണ് ഭക്ഷണം കഴിക്കുക എന്ന സ്നേഹത്തോടെയുള്ള ആഹ്വാനം. അതിനെതിരെ കർത്താവ് പ്രതികരിക്കുന്നത് ദൈവവചനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കണം എന്ന ആഹ്വാനം അല്ലെങ്കിൽ കൽപ്പന നൽകേണ്ടത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവവചനമാണ് എന്ന് സാത്താനോടുള്ള മറുപടിയിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ശരീരം ഭൗതികമായ ആസക്തികളുടെ ഇരിപ്പിടമാണെന്നും ഇവയെ മെരുക്കിയെടുക്കേണ്ടത് ആത്മീയമായ ഉത്കർഷത്തിന് അനിവാര്യമാണെന്നുമുള്ള ചിന്ത മതാത്മക ദർശനത്തിൽ വളരെ പ്രബലമാണ്. പോഷണമേറെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തെ മതിപ്പിക്കുന്നു. അതുകൊണ്ട് അവയെ ഒഴിവാക്കണമെന്ന ചിന്ത അതിന് അനുബന്ധമാണ്. ഭാരതീയ ചിന്തയിൽ 2 പദങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്: ശമം, ദമം. ശമം എന്ന് പറയുന്നത് ആന്തരിക ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹമാണ്, അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കുന്നതാണ്. ദമം എന്ന് പറയുന്നത് ബാഹ്യപ്രവർത്തികളുടെയൊക്കെ ഒരു നിയന്ത്രണമാണ്. മനസ്സ് ശാന്തി തേടുന്നത് ശമദമങ്ങളിലൂടെയാണ്. മതാത്മക അനുഷ്ഠാനങ്ങളിൽ ഇന്നും വർജനത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട്. നിലവിൽ ഉള്ളതിൽ നിന്ന് ഒരു മോചനം, അതിനോടൊപ്പം പുതിയ ചിലത് സ്വീകരിക്കാനുള്ള ശ്രമം, ഇത് രണ്ടുമാണ് നോമ്പിൻ്റെ വർജന നാളുകളിൽ നമ്മെ ഭരിക്കുന്ന ചിന്ത. കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഏറെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ പോലും വിശപ്പിൻ്റെ ആധിക്യം പിടിമുറുക്കുന്ന ഇടങ്ങളിൽ അതിൻ്റെ പോംവഴി കണ്ടെത്തി നൽകുന്നത് സാത്താന്യമായ അല്ലെങ്കിൽ തിന്മയുടെ രൂപത്തിലാണെങ്കിൽ അതിനോട് നോ പറയാനുള്ള ഒരാർജവം ആവശ്യമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവാം. ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങളുണ്ടാവാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരു പക്ഷെങ്കിൽ ആത്മീയമായ നിലപാടുകളിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റി കളയുന്നതാവാം. അവിടെയാണ് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു ഊർജം നമുക്ക് ലഭിക്കേണ്ടത്. 31 വയസ്സുള്ള കർത്താവ് അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ യുവത്വത്തിൻ്റെ ആ ഒരു തിളയ്ക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളെ അകറ്റി നിർത്താൻ
അല്ലെങ്കിൽ ചില ആവശ്യങ്ങളെ അകറ്റി നിർത്താൻ കർത്താവ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഉപവാസ ദിനങ്ങൾക്ക് ശേഷം നടത്തുന്ന പ്രതികരണം. നമുക്കിതാണ് ആവശ്യം. എത്ര കിട്ടിയാലും പോരാ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഏത് തിന്മയോടും കൂട്ടുകെട്ടുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലത്ത് ഒന്ന് മാറി ചിന്തിക്കാനും മാറി നടക്കാനും വ്യത്യസ്ത നിലപാടെടുക്കാനും നമുക്ക് കഴിയണം. അതില്ലെങ്കിൽ നോമ്പ് എന്ന 2 അക്ഷരങ്ങൾ ഒരു പ്രസക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല. വെറും ആചരണം മാത്രം. കർത്താവ് പരീശന്മാരെ നോക്കി പറഞ്ഞതുപോലെ വെള്ള തേച്ച ശവക്കല്ലറകൾ. ഉള്ളിൽ ഒരുപാട് നാറ്റമുണ്ട്, പുറമേ വളരെ ഭംഗിയാക്കി ഇടുന്നു. അതുകൊണ്ട് ചില നിലപാടുകൾ കർശനമായി സ്വീകരിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്നില്ലെങ്കിൽ നോമ്പ് നാളുകൾ നമ്മുടെ ജീവിതം നിരർത്ഥകമാക്കും എന്നതിൽ സംശയമില്ല. കർത്താവ് ഇതിനോട് നോ പറയുന്നത് ദൈവവചനത്തിൻ്റെ ബലത്തിലാണ്. ആ ഒരു ബലം നമുക്ക് ഈ നാളുകളിൽ അനിവാര്യമാണ്. നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ നടത്തട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, നോമ്പിൻ്റെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ അത്യാവശ്യങ്ങളെ മാത്രം തിരഞ്ഞെടുക്കാനും ചില ആഗ്രഹങ്ങളെ അകറ്റി നിർത്താനും ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ. ആഡംബരത്തോട് അകലം പാലിക്കാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഈ ഒരു തീരുമാനത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിറവിൽ ജീവിപ്പാൻ പുതിയ വർഷത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാവർക്കും സാധകമാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും ആലോചനയും നാം ഏവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.